എവിടെ നമ്മുടെ കുഞ്ഞുമക്കളും പേരൻസ് ഒക്കെ ഇൻസ്റ്റയിലൊരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. വളരെ ചെറുതായി പോയി എന്ന് പറഞ്ഞു ചിലരൊക്കെ. അതുകൊണ്ട് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ ഞങ്ങൾ കണ്ടുവരുന്നതാണ്, ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ വലിയ പിള്ളേരൊക്കെ വന്നിട്ട് വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. കാര്യം അവർക്ക് ഗ്രാജുവേറ്റഡ് ഒക്കെ ആവും, PG ഒക്കെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ജോലി ഉണ്ടായിരിക്കും. പക്ഷേ ഗ്രാമർ അല്ലെങ്കിൽ ഒരു സെന്റൻസ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അത് ചെറുതിലേ തന്നെ തുടങ്ങാത്ത കാരണമാണെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് അങ്ങനത്തെ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു വിഷയം വരണ്ട അല്ലേ. ചെറുതിലേ തന്നെ തുടങ്ങിയാൽ അവർക്ക് വലിയ ഇഷ്യൂസ് ഉണ്ടാവില്ല. അപ്പോൾ തുടങ്ങല്ലേ, എല്ലാവരും ഒരു ബുക്കും പെന്നൊക്കെ കരുതിക്കോളൂ. ഇന്ന് നമുക്കപ്പോൾ വെർബ്സ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. വെർബ് എന്താണെന്ന് അറിയില്ലേ? നമ്മൾ ഓട്, കളിക്കുക, ചിരിക്കുക, അതൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ വെർബാണ്. അപ്പോൾ ഈസി ആയിട്ട് വെർബ് പഠിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഡെയിലി റൂട്ടീൻ നോക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ നേരത്തെ എണീക്കും, ബ്രഷ് ചെയ്യണു, കുളിക്കണു, പ്രാർത്ഥിക്കണു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ഡെയിലി റുട്ടീനൊക്കെ വെർബ്സ് ആണ്. പിന്നെ എന്തൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടോ അതൊക്കെ ആക്ഷനൊക്കെ വെർബാണ്. ആദ്യം നമുക്ക് വരുന്ന വെർബാണ് റൈറ്റ്. WRITE, റൈറ്റ്. റൈറ്റിൻ്റെ മീനിങ് എന്താ? എല്ലാ മക്കൾക്കും അറിയാം, എഴുതുക അല്ലേ. അപ്പോൾ എങ്ങനെയാ എഴുതുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്റ്റോറി എഴുതുന്നു, നമ്മൾ നോട്ട്ബുക്കിൽ എഴുതുന്നു, അതൊക്കെ റൈറ്റ്. നെക്സ്റ്റ് വരുന്നത് റീഡ്. സ്ക്രീനിലുണ്ട് റീഡ്, READ, റീഡ്. എന്താ മീനിങ് വരുന്നത്? വായിക്കുക. എല്ലാവർക്കും വായിക്കാനൊക്കെ അറിയാലോ. ദെൻ സേ മീനിങ് പറയുക, SAY, സേ, പറയുക. നെക്സ്റ്റ് വൺ വാക്ക് എന്താ മീനിങ്? നടക്കുക, WALK. അതിനോടൊപ്പം തന്നെ പറയുകയും മെമ്മറിയിലാക്കുകയും ചെയ്യുക. നെക്സ്റ്റ് വൺ ആണ് റൺ എന്താ മീനിങ് വരുന്നത്? ഓടുക. ജമ്പ് എന്താ മീനിങ് വരുന്നത് മക്കളെ? ജമ്പ് മീൻസ് ചാടുക. ദെൻ പ്ലേ PLAY, പ്ലേ എന്താ മീനിങ്? കളിക്കുക. എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുക? ഞാൻ ഫുട്ബോൾ കളിക്കാറുണ്ട്, ഞാൻ ക്രിക്കറ്റ് കളിക്കാറുണ്ട്, അപ്പോഴൊക്കെ പ്ലേ എന്ന വെർബാണ് നമ്മൾ ഉപയോഗിക്കുക അല്ലേ. പിന്നെ ഏതാ വരുന്നേ? ഈറ്റ്, കഴിക്കുക. ഞാൻ എന്നും ഫ്രൂട്ട്സ് കഴിക്കാറുണ്ട്. ലാഫ് എന്താ മീനിങ്? ലാഫ്, ചിരിക്കുക. ഞാൻ എപ്പോഴും ചിരിക്കാറുണ്ട്. നൗ നെക്സ്റ്റ് വെർബ് ഈസ് സ്ലീപ്പ്. വാട്ട്സ് ദ മീനിങ് ഓഫ് സ്ലീപ്പ്? ഉറങ്ങുക. കം, COME, കം. നെക്സ്റ്റ് വൺ ഗോ എന്താ മീനിങ് വരുന്നത്? പോകുക. ഞാൻ സ്കൂളിൽ പോകാറുണ്ട്. നെക്സ്റ്റ് വെർബ് ഈസ് സിംഗ്, SING. സിംഗ് എന്താ മീനിങ് വരുന്നത്? പാടുക. അവൻ ഇംഗ്ലീഷ് സോങ്സ് പാടാറുണ്ട്. അപ്പോഴൊക്കെ ഉപയോഗിച്ചൂടെ. പിന്നെ വരുന്നതാണ് ഗിവ്, കൊടുക്കുക, GIVE. എന്തെങ്കിലുമൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ഗിവ് എന്ന വെർബ് ഉപയോഗിക്കും. നെക്സ്റ്റ് വൺ ടേക്ക് മീൻസ് എടുക്കുക. മേക്ക്. നെക്സ്റ്റ് വൺ എന്താ മീനിങ് വരുന്നത്? ഉണ്ടാക്കുക. എൻ്റെ അമ്മ എന്നും ബിരിയാണി ഉണ്ടാക്കാറുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ മേക്ക് ഉപയോഗിക്കും അല്ലേ. വാട്ട്സ് ദ നെക്സ്റ്റ് വെർബ്? മീറ്റ്, MEET, മീറ്റ്. ആരെങ്കിലുമൊക്കെ കണ്ടുമുട്ടുമ്പം നമ്മൾ പറയില്ലേ മീറ്റ്. നെക്സ്റ്റ് വെർബ് ഈസ് സ്റ്റഡി, പഠിക്കുക. നമ്മൾ ഏത് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്? അപ്പോഴൊക്കെ നമ്മൾ എന്താ ഉപയോഗിക്കുക? ഐ സ്റ്റഡി ഇൻ സെക്കൻഡ് സ്റ്റാൻഡേർഡ്, തേർഡ് സ്റ്റാൻഡേർഡ്. അപ്പോഴൊക്കെ നമ്മൾ സ്റ്റഡി ഉപയോഗിക്കും. ടീച്ച്, TEACH, ടീച്ച് എന്താ മീനിങ് വരുന്നത്? പഠിപ്പിക്കുക. ടീച്ചർ നമ്മളെ പഠിപ്പിക്കാറുണ്ട്. നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്യാം. റൈറ്റ്, റീഡ്, സേ, വാക്ക്, റൺ, ജംപ്, പ്ലേ, ഈറ്റ്, ലാഫ്, സ്ലീപ്പ്, കം, ഗോ, സിംഗ്, ഗിവ്, ടേക്ക്, മേക്ക്, മീറ്റ്, സ്റ്റഡി ആൻഡ് ടീച്ച്. നെക്സ്റ്റ് ലെസണിൽ നമുക്ക് ഈ വെർബ്സ് ഒക്കെ വെച്ചിട്ട് സെൻറ്റൻസ് ഉണ്ടാക്കാൻ പഠിക്കാം. ആ വീഡിയോസ് ഒക്കെ കിട്ടാനായിട്ട് അക്കൗണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ലേറ്റർ.